ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നേരിടാനും അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന പോലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെയും കാണാനും അതുപോലെ തന്നെ അവരെ പ്രശ്നങ്ങൾ എന്താണെന്നും അതിലൂടെ നമുക്ക് എങ്ങനെയെല്ലാം സൊല്യൂഷൻ കണ്ടെത്താമെന്നും കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിലേക്ക് വന്നിട്ട് എനിക്ക് കിട്ടിയ വലിയൊരു അറിവ് എന്ന് പറയുന്നത്. അപ്പൊ എന്നെ മാഡം വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി. എൻ്റെ പേര് വിജി, കാഞ്ഞിരോട് സ്വദേശിയാണ്. അപ്പൊ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഏകദേശം 4 വർഷത്തോളം കഴിഞ്ഞു. അപ്പൊ എപ്പം പറയും നമ്മുടെ ലീഡർമാർ 3 വർഷമാണ് 5 വർഷമാണ് പഠിക്കാൻ എടുക്കേണ്ടത് എന്ന്. പക്ഷെ ഞാൻ എൻ്റെ ജോലി കൂലിപ്പണി മേഖലയിൽ ആയതുകൊണ്ട് തന്നെ ആദ്യമൊന്നും ഈ ഒരു അവസരം കേട്ടപ്പോ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇപ്പൊ ഈ ഒരു അവസരം എൻ്റെ കയ്യിൽ കൊണ്ടുതന്നത് എൻ്റെ മകനാണ്. ഇപ്പോ ഒരുപാട് എൻ്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ട്രാജഡികൾ, അതായത് കുടുംബ ജീവിതത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ജീവിതത്തിലായിക്കോട്ടെ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ എൻ്റെ 2ാമത്തെ വയസ്സിലെ അമ്മ മരിച്ചു. അവിടുന്ന് ഒരു എന്താ പറയണ്ട, സ്വന്തം അമ്മയല്ലെങ്കിലും 2ാം അമ്മ സ്വന്തം അമ്മയായിട്ട് കണ്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരുപാട് ട്രാജഡികളിലൂടെ നമ്മുടെ വീട്, കല്യാണം ഇതെല്ലാം ആയി. അതിനുശേഷം ഹസ്ബൻഡ്, എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഹസ്ബൻഡ് അവരുടേതായ പല പ്രശ്നങ്ങളും അതുകൊണ്ട് അവരും ഒഴിവാക്കി. അപ്പം ആ സമയത്ത് എനിക്ക് കുട്ടികൾ 3 പേരാണ്, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണ്. അപ്പൊ പെൺകുട്ടി 28 ദിവസം എത്തിയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ഹസ്ബൻഡിന്റെ വീട്ടുകാർന്നും ഹസ്ബൻഡിന്റെതും ഒരുപാട് സ്വഭാവ വൈകല്യങ്ങള് ഒരു പെണ്ണ് എന്ന നിലയിൽ ഒത്തുപോകാൻ പറ്റാത്ത ഒരു പ്രശ്നം വന്നേരം അവിടുന്ന് ഒറ്റക്ക് പൊരുതാൻ ആരംഭിച്ചതാണ്. കാരണം നമ്മൾ ജനിക്കുമ്പോഴും ഒറ്റക്കാണ്, കൂടെ പോകുമ്പോഴും മണ്ണിലേക്ക് പോകുമ്പോഴും ഒറ്റക്കാണ്. അപ്പൊ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഒറ്റക്കായ സമയത്ത് വരാൻ തുടങ്ങി. കാരണം നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാലും അവസാനം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ തന്നെയാണ് ഒറ്റക്കായി പോവുക. അപ്പൊ അതിന്ന് കരകയറണം എന്നുള്ളത് ഒരു വല്ലാത്തൊരു വാശിയായിരുന്നു. കാരണം ഒന്നുമില്ല, നമുക്ക് സമ്പത്തില്ല, സ്വർണമില്ല, വീടില്ല, അതേപോലെ സ്ഥലമില്ല. അപ്പൊ എല്ലാം കൊണ്ടും ജീവിതത്തിലെ അനാഥയായ ഒരു പെൺകുട്ടിയെ അന്നത്തെ സൗന്ദര്യത്തിന്റെ പേരിൽ മാത്രം കല്യാണം കഴിച്ചാല് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് എപ്പോഴും അമ്മായിയമ്മ പറയായിരുന്നു. അതായത് സൗന്ദര്യം ചോറ് കൊടുക്കൂല, അധ്വാനിച്ചാലേ ചോറ് കൊടുക്കൂ. അപ്പൊ നിന്റെ ഭാര്യ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് കല്യാണം കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് സ്വന്തത്തില്, അവിടെയെല്ലാം സ്വന്തം ബന്ധത്തിലാണ് കല്യാണം കഴിക്കുക, തമിഴ്നാടാണ്. അപ്പൊ അവർക്കെല്ലാം റിലേഷൻ ആണ് ഏറ്റവും കൂടുതൽ കല്യാണം, പുറത്തുനിന്ന് കല്യാണം അപൂർവമായിട്ടേ ഉണ്ടാവും. അങ്ങനെ കഴിച്ചത് കൊണ്ട് തന്നെ അമ്മായിയമ്മക്ക് തീരെ ഇഷ്ടമില്ല. അപ്പൊ അമ്മായിയമ്മ ഈ സ്വന്തം മകന് പല തെറ്റായ വഴിയിലൂടെ പോകുമ്പോഴും അതിനെല്ലാം സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ട് നമ്മളെ സംബന്ധിച്ച്, ഒരു പെണ്ണ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ പറ്റാത്ത പലതുമാണ്. അപ്പൊ കുട്ടികളെ നോക്കാനോ അല്ലെങ്കിൽ ഭാര്യയെ നോക്കാനോ ഒന്നും ഇവർക്ക് താല്പര്യമില്ല. അപ്പൊ എൻ്റെ അച്ഛനുള്ളത് കൊണ്ട് അച്ഛനെ ഭയന്ന് മാത്രം അന്നേരം സംരക്ഷിച്ചു പോയിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ ജീവിതം എന്താ പറയണ്ട കട്ടപ്പൊകയായി. അപ്പൊ അവിടുന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ്. കാരണം എനിക്ക് പിന്നൊരു ചിന്ത വന്നു, ഈ ഒരു നാട്ടിൽ ആരും ഇല്ലാതെ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ എൻ്റെ മക്കളുടെ ഭാവി ഒന്നും അല്ലാതാവും എന്നുള്ളൊരു ചിന്ത വന്നതിന് ശേഷം അവിടുത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെല്ലാം ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അവിടുത്തെ കാലാവസ്ഥ, അവരുടെ സംസാര രീതി, ഭക്ഷണ രീതി, അവിടുത്തെ ജോലി. അപ്പൊ എന്തോ എനിക്ക് പിന്നൊരു ചിന്തന, മക്കളെ മുന്നോട്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണം, എങ്ങനെയെങ്കിലും എൻ്റെ നാട് പിടിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അതിന് അവിടെ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാല് രാവിലെ 6 മണിക്ക് ഇതുപോലെ 6 മണിക്ക് പോയി 11 മണി വരെ ജോലി ചെയ്താല് 5 രൂപയാണ് കിട്ടുക. ആ 5 രൂപയെന്ന് നമ്മള് ജോലി ചെയ്ത് വന്ന് അന്ന്
ക്യാഷ് കിട്ടിയാൽ മാത്രമേ അന്നത്തെ ചായ കുടി, നമുക്കെല്ലാം വീടുകളിൽ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ചായ നിർബന്ധമാണ്. അപ്പൊ ആ ചായ കുടിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും 10:30 11 മണിയാവും. അപ്പൊ അങ്ങനെയും കഷ്ടപ്പെട്ട് അവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് ഒരുപാട് ജോലികൾ, എനിക്കറിയാത്ത പല ജോലികളും അവിടെ ചെയ്തു. ഇപ്പൊ ഉപ്പളത്തില് നമ്മള് കഴിക്കുന്ന ഫുഡില് ഇടുന്ന ഉപ്പ് ഉണ്ടാക്കുന്ന ജോലി വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മളെ ഇവിടെ നാട്ടില് നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് കെട്ടുന്നുണ്ടെങ്കിൽ ഉപ്പിന്റെ മേലെ ഒരു വീട് കെട്ടും. അതെന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഉപ്പ് അലിഞ്ഞു പോകാതിരിക്കാൻ, വെള്ളം ഇറങ്ങിയിട്ട് അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് കെട്ടും. ഏകദേശം നമ്മുടെ നാട്ടിലെല്ലാം ഉള്ള 2 നില വീടിന്റെ ഉയരത്തില് ഉപ്പ് താഴേന്നേ കൂമ്പാരം മല പോലെ കെട്ടി പൊന്തിക്കുന്ന ഒരു സംഭവമാണ് അത്. അപ്പൊ അതിന് എല്ലാരും ഒന്നും നിൽക്കില്ല. കാരണം ഈ വെയിറ്റും എടുത്ത് മേലെ കയറി പർവ്വത മുകളിൽ കയറും പോലെ കയറണം, അതുപോലെ തിരിച്ചിറങ്ങുകയും വേണം. അപ്പൊ അതെല്ലാം റിസ്ക് പിടിച്ച പണിയായത് കൊണ്ട് തന്നെ ആ നാട്ടിലുള്ള ആൾക്കാർ തന്നെ അതിന് നിൽക്കാൻ തയ്യാറല്ല, അവർക്ക് ചെയ്യാൻ തയ്യാറില്ല. പക്ഷെ എനിക്ക് എന്റെ മുന്നില് 3 മക്കളെ വളർത്തണം, പഠിപ്പിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, എന്ത് ജോലി ആയാലും കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളത് അന്നേരെ എനിക്കൊരു, എന്റെ മനസ്സിനോട് തന്നെ ഒരു വെറുപ്പ് വന്നുപോയ ഒരു സമയമായിരുന്നു ലൈഫിൽ ഇങ്ങനെ ഒരു പരാജയം വന്നതുകൊണ്ട്. അപ്പം എല്ലാ ജോലിക്കും, അതായത് ബീഡിപ്പണി ഒഴികെ അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തലവേദന വരും. അതിന്റെ സ്മെല്ല്, പുകയിലൂടെ സ്മെല്ല് പണ്ടേ എനിക്ക് പിടിക്കാത്തതാണ്. അപ്പൊ ആ ഒരു പണി ഒഴികെ ബാക്കി എന്തൊക്കെ പണികളുണ്ടോ അതെല്ലാം ചെയ്തു. അതെല്ലാം ചെയ്തിട്ടും കൂടെ എൻ്റെ കുടുംബത്തിന്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഇനിയൊരു കുടുംബവും കൂടി വന്നു ചേർന്നു. എല്ലാരും ശരിക്കും പറയും പോലെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ അവര് 2 മക്കള്, പിന്നെ ഹസ്ബൻഡും വൈഫും, ഞാനും 3 മക്കളും, ടോട്ടല് 8 പേര്. ആ 8 പേരെ കുടുംബം പോറ്റാൻ വേണ്ടി ഞാൻ ഒരാള് കഷ്ടപ്പെടാൻ തുടങ്ങി. കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടാണ്. അങ്ങനെ ഒരു 5-6 വർഷം കഴിഞ്ഞു. പിന്നെ മോൾക്ക് 2 വയസ്സ് 3.5 വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. കാരണം എവിടെയും കഷ്ടപ്പാടാണ്, എങ്ങനെയും ജീവിക്കാനുള്ള വഴിയാവുന്നില്ല. പണിയെടുക്കുന്ന പൈസ തേച്ച് ഇങ്ങനെ ചെലവാകുന്നു. കാരണം ആ കുടുംബം എവിടെയും ഒരു പണിക്ക് പോകുന്നില്ല, അവൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പൊ അവരെയും ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അവൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നു ഒരുപാട് ജോലികൾ ഇത് പറഞ്ഞ പോലെ തന്നെ. പിന്നെയാണ് ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ കൂലിപ്പണി, അതായത് ഞാൻ എടുക്കുന്ന മേഖല ആദ്യം കല്ലിന്റെ മേഖലയായിരുന്നു. ആ കൽപ്പണിന്റെ മേഖലയിൽ നിന്ന് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ, മുട്ടുവേദന, നടുവേദന, കൈവേദന, അതുപോലത്തെ പ്രശ്നങ്ങൾ വന്നേരം അതിൻ്റെ അകത്തുനിന്ന് ഞാൻ മെല്ലെ മാറി വീട്ടിന്റെ തേപ്പ് പണി, പ്ലാസ്റ്റിക് പണിയിലേക്ക് കയറി. അതാവുമ്പോൾ വെയിറ്റ് എടുക്കണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ എന്താ പറയണ്ടേ, വറചട്ടിന്ന് എരുതിയിലേക്ക് എന്ന് പറഞ്ഞ, എരുതിന്ന് വറചട്ടിയിലേക്ക് എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ പിന്നെയും പോയി പെട്ടത്. കാരണം തേപ്പിന്റെ പണിക്ക് ഒരുപാട് അധ്വാനമുണ്ട്. നമുക്ക് കുറച്ചു നേരമേ റെസ്റ്റ് കിട്ടുമെങ്കിലും 4ഉം 5ഉം പേർക്ക് ഒരേ സമയത്ത് സിമന്റ് എടുത്ത് കൊടുക്കുമ്പോൾ ശാരീരിക അധ്വാനം അതിനെക്കാട്ടിയും കൂടും. ഇപ്പൊ ഫുഡ് കഴിക്കാനുള്ള സമയമൊന്നും ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ വീട്ടിൽ മര്യാദക്കൊന്ന് കിടന്നുറങ്ങണ്ടെങ്കിൽ നമുക്ക് ഒരു ഞായറാഴ്ച കിട്ടണം. അല്ലെ ചില സമയത്ത് ഞായറാഴ്ചയും കിട്ടാതായി. കാരണം കല്യാണ പണീന്റെ ഓർഡർ, ഫുഡ് ഉണ്ടാക്കുന്ന പണി. അപ്പൊ ശനിയും ഞായറും ആ ഒരു ജോലിക്ക് പോവും, ബാക്കി 5 ദിവസം തേപ്പിന്റെ പണിക്ക് പോവും. അങ്ങനെ വീട്ടിൽ റെസ്റ്റ് ഇല്ലാതെ ഓടുന്ന ആ ഒരു സമയത്ത് ശരീരം അതിനെ പ്രതികരിക്കാൻ തുടങ്ങി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. പണിയെടുക്കുന്ന പൈസ 3/4 ഡോക്ടർക്ക് കൊടുത്ത് മെഡിസിൻ വാങ്ങലും, അതേപോലെ തന്നെ എങ്ങനെയെങ്കിലും ഈ അസുഖങ്ങൾ മാറിക്കിട്ടിയാൽ മതി എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ അസുഖങ്ങൾ മാറണ്ടിക്ക് നമുക്ക് കറക്റ്റായ ഫുഡും ശരിയായ വിശ്രമവും നേരത്തിനുള്ള ഉറപ്പും എല്ലാം വേണം. അത് പിന്നീട് ഈ ഒരു മൈ ലൈഫ് എന്ന ഓപ്പർച്യൂണിറ്റി കൈമൽ കിട്ടിയവരാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മുടെ ശരീരത്തിന് നമ്മൾ ഈ രാവിലെ കുടിക്കുന്ന ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ 10-11 മണിക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചില സമയത്ത് കഴിക്കാൻ സമയം ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ അത് അങ്ങനെ വെച്ച് ജോലി ചെയ്തുകൊണ്ട് നടന്നുകൊണ്ട് എല്ലാം കഴിക്കുമ്പോൾ തന്നെ നമുക്കൊന്നും നമ്മുടെ ബോഡിക്ക് പിടിക്കാതായി. അപ്പൊ അതിന്റെ എല്ലാം കുറവ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ മോൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ നാളെ
നാളെ മുതൽ പഠിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ആയിഷ എന്താ കാരണം? ഞാൻ ബിസിനസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. നമുക്ക് ഒരു 5 വർഷം ഇതിലിരുന്ന് ജോലി ചെയ്താല് ബിസിനസ് ചെയ്താൽ അമ്മ കോടീശ്വരന്മാരാവും എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ എന്നെ സംബന്ധിച്ച് ഈ കോടികള് സത്യം പറയാന്ന് വെച്ചാല് അക്ഷരങ്ങൾ തന്നെ എത്രയാന്നുള്ളത് നമുക്ക് എനിക്ക് തന്നെ എണ്ണാൻ സമയവും ഇല്ല, അറിയേയില്ല. അപ്പൊ നമ്മള് സമയമില്ലാത്തതുകൊണ്ടാണ് പഠിക്കാൻ നിൽക്കാഞ്ഞത്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, തൽക്കാലം നീ 10ാം ക്ലാസ് പാസ്സാവ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിസിനസ് ചെയ്യണോ അല്ല വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണോ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. എല്ലമ്മ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, ഒരു വീട് വേണ്ടമ്മേ, കുറെ കാലായില്ലേ നമ്മുടെ വാടകയ്ക്ക് നിൽക്കുന്നു, പിന്നെ അമ്മ ഒറ്റക്കല്ലേ ഇത്ര കാലം കഷ്ടപ്പെടുന്നു, അപ്പൊ ഇതാകുമ്പോ നമുക്ക് രണ്ടാക്കും ചെയ്യാന്ന് പറഞ്ഞു. രണ്ടാക്കും ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അത് ചെയ്യാ, ആടെ നിൽക്ക, ആദ്യം നീ പഠിക്ക്. പിന്നെ ഇതിൻ്റെ അകത്ത് കോടികൾ കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞാൽ നല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഈ വാടകയ്ക്ക് നമ്മൾ ഇവിടുന്നാണ് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യാനോ പോകുന്നത്? നീ അതുകൊണ്ട് വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട, ആദ്യം പഠിക്കുന്ന് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്രശ്നം, ഈ ഒരു അവസരം ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മളെല്ലാരും ചെയ്യുന്ന പോലെ അറിയാത്ത ആളുകളോടാണ് ഞാനും ചോദിച്ചത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മേസ്ത്രിമാരോടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതെന്താണ് ഏതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, വിജി നീ ഇതുവരെ കഷ്ടപ്പെട്ടു, ഇന്നും കഷ്ടപ്പാട് തന്നെയാണ്, നീ വേണ്ടാതെ പൈസയൊന്നും കൊണ്ടുപോയിട്ട് മറ്റുള്ളതിൻ്റെ അകത്ത് പിന്നെ ഇട്ടുകൊണ്ട് കുഴിച്ചാടല്ലേ, ഇതെല്ലാം നിങ്ങളെ പറ്റിക്കാനുള്ള ഒരു സംഭവമാണ്. അങ്ങനെയൊന്നും 5 വർഷം കൊണ്ടൊന്നും കോടികൾ വരുമാനം വാങ്ങാനൊന്നും എവിടെയും കഴിയൂല, ആർക്കും അങ്ങനെ കിട്ടിയത് ചരിത്രവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപാട് ഞാൻ എൻ്റെ മനോട് പറഞ്ഞു, നീ ഇങ്ങനെ വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട, പല ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ നമുക്ക് ഒന്നുമില്ലാത്തതാണ്, എങ്ങനെയെങ്കിലും പഠിച്ച് നല്ലൊരു നിലയിലെത്തി നിങ്ങൾ ഒരു വീടാക്കാൻ വേണ്ടി ഞാൻ എത്ര കാലം ജീവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവൻ പിന്നെ അതിനെപ്പറ്റി എന്നോട് ഞാൻ നല്ലോണം ശക്തമായിട്ട് എതിർത്തു. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പിന്നെ എന്നോട് പറയാതെ ആയി. ഒരു ദിവസം എന്നോട് പറഞ്ഞു, അമ്മ നിങ്ങളെ കാണാൻ 2 ലീഡർമാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആയിഷ എന്തിനാണ്? ഈ ബിസിനസിനെ പറ്റി പറയാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞു മിണ്ടാണ്ട് പോയിക്കോ, എനിക്ക് രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി 8:30 മണി 9 മണിക്കെല്ലാം ഞാൻ വീട്ടിൽ കയറി വരുന്നത്. അതിന്റെ നടുക്ക് ഈ ബിസിനസ് ഒന്നും കൊണ്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊന്നും തലയിൽ കയറില്ല, നീ വേണ്ടാതെ പണിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞു. ഇതേ വർത്താനം അവരോട് പറഞ്ഞു. അവരെ എന്നെ വാച്ച് ചെയ്യുന്നതൊന്നും ഞാൻ അറിയില്ല. കാരണം വീട്ടിൽ നിന്ന് 7:45 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 9 മണിക്കാണ് ഞാൻ വീടടങ്ങുന്നത്. ശനിയാഴ്ച ദിവസങ്ങളിലെല്ലാം ഞാൻ 9 മണിയാവും വീട്ടടങ്ങാൻ. കാരണം മാർക്കറ്റിൽ പോയി എല്ലാ അന്നത്തെ നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന പച്ചക്കറികളും ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ വീട്ടിൽ വാങ്ങിക്കൊണ്ടിരണം. അപ്പൊ മക്കളൊന്നും അങ്ങനെ പണിക്ക് പോകാനോ അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവരാനോ ഉള്ള ഇതില്ലാത്തത് കൊണ്ട് തന്നെ. അതുകൂടാതെ കല്യാണം പണിക്ക് പോകുമ്പോ എങ്ങനെയായാലും രാത്രി 6 മണി 7 മണിയാവുമ്പോൾ തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അപ്പം വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണം എന്നുള്ളൊരു ഇത് മൈൻഡും കൊണ്ടാണ് വീട്ടിലെത്തുക. അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അമ്മ ഇന്ന് അവര് വരൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ വേണ്ടാത്ത പണിക്ക് നിൽക്കണം, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഞാനത് വിട്ടു. പക്ഷെ അവര് ഞാൻ ബസ് ഇറങ്ങുന്നതും നോക്കി എന്നെ അവിടെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നില്ല. വീട്ടിൽ വന്ന് കേറലും അവര് വരുത്തും, ആ 2 ലീഡർമാർ വരുത്തും, ഒന്നിച്ചിരുന്നു. അപ്പൊ അവിടെ ഒന്ന് ഇരിക്കാൻ വരെ സൗകര്യം ഇല്ലാത്ത ഒരു കോട്ടേഴ്സ് ആയിരുന്നു. അന്നും കോട്ടേഴ്സ് ആണ്, ഇന്നും കോട്ടേഴ്സ് ആണ്. കാരണം 25 വർഷമായി വാടകയ്ക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട്. സ്വന്തം വീട് ഉണ്ടായിട്ടും ആ വീട്ടില് നിൽക്കാൻ പറ്റാതെ ആ വീട് വിട്ടിറങ്ങി, ചെറിയ 2-3 മക്കളെയും കൊണ്ട് വീട് വിട്ടിറങ്ങി കഠിനാധ്വാനത്തിലൂടെ ഇന്നും വാടക കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എന്നെ വല്ലാതെ മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. എങ്ങനെയായാലും ഒരു വീട് വേണം എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് നിൽക്കാനോ ഇരിക്കാനോ സ്ഥലമില്ലാതെ എടുക്കാൻ നീ എന്തിനാ ഇവരെ കൂട്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞു. വന്നു വേണം, അതിനെ കൊണ്ടൊന്നും പ്രശ്നമില്ല, ഇതിനെക്കാട്ടിയും കഷ്ടപ്പാടുള്ള വീടുകളിലെല്ലാം നമ്മൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് വന്നോണ്ടന്നെ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ബിസിനസ് ചെയ്യാനൊന്നും താല്പര്യമില്ല. കാരണം എനിക്ക് തന്നെ നേരാവണ്ണം ഒന്ന് നിൽക്കാൻ വരെ സമയമില്ലാത്ത ഒരു ഓട്ടാണ് ഞാൻ ഓടുന്നത്. അങ്ങനെ ഓടുമ്പോൾ ഞാൻ ആരോട് എന്ത് ബിസിനസ് പറയാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, മാഡം ബിസിനസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ ഒന്ന് കേട്ട് നോക്ക്, മാഡത്തിന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചു. എല്ലാ പ്രൊഡക്റ്റ് അന്ന് ഇത്രത്തോളം പ്രൊഡക്റ്റുകൾ ഇല്ല. അപ്പൊ സംസാരിച്ചു കഴിഞ്ഞു. എന്റെ മോൻ പറഞ്ഞു, സാറേ
ഇതിൻ്റെ അകത്തുള്ള മുക്കാഭാഗം പ്രൊഡക്റ്റുകളും എൻ്റെ അമ്മക്ക് തന്നെ വേണ്ടുന്നതാണ്. കാരണം വർഷങ്ങളായിട്ട് ഓരോ അസുഖവും കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണ് അമ്മ. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള സാറ് പറഞ്ഞ പ്രൊഡക്റ്റുകളെല്ലാം അമ്മക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റുകൾ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അസുഖം മാറും എന്നുള്ളത് ഗ്യാരണ്ടി ആണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഒരുപാട് ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്, എന്തായാലും മാഡം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതല്ലേ, മെഡിസിൻ അല്ലല്ലോ. അപ്പൊ അതിന് മാറിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ഇത് നമുക്ക് ബോഡിക്ക് സൈഡ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് പേടിക്കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പേസ്റ്റ്, എനിക്ക് പല്ലുവേദനേന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പല്ലിന് ബ്ലഡ് വരുന്നതും മുണ വീക്കും, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഭക്ഷണം വരെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്ത് തരാൻ ഡോക്ടർ പറഞ്ഞു പല്ലിന്റെ മോണ ഫുള്ളായിട്ട് പോയി, ഞരവുകളും ഒന്നും ഒരു ഇതില്ല. അപ്പൊ നിങ്ങളെന്ത് വേണം എന്ന് ചോദിച്ചാൽ ഒന്നിക്ക് മെഡിക്കൽ കോളേജിൽ പോകണം, അല്ലെ പ്രൈവറ്റ് ആയിട്ട് ഇതിന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാറുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ട്രീറ്റ്മെന്റ് എല്ലാം എടുക്കാം, ഒരുപാട് പൈസയാവും പറഞ്ഞാലും നമ്മൾ അധ്വാനിക്കുന്നതിന്റെ മുക്കാഭാഗം പൈസയും ഇവിടത്തേക്ക് ചെലവാക്കണം. അതുമില്ലാതെ ഈ 2 ദിവസം കൂടുമ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റിന് പോകണം, എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാതിരിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് മാറുമെന്നുള്ള ഗ്യാരണ്ടി ഉണ്ടോ? നമ്മൾ പൈസ ചെലവാക്കാം, പക്ഷെ ഈ ഒരു പ്രശ്നം മാറുന്നുള്ള ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മാഡം തൽക്കാലം എനിക്ക് ഈ പല്ല് വേദനക്കും പഴുപ്പിനും ഉള്ള മെഡിസിൻ കൊണ്ടാ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കാം ഇത് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അന്ന് വന്ന് എൻ്റെ മകന്റെ കയ്യിൽ പിന്നെ ഒരു 500 രൂപ കൊടുത്ത് ഞാൻ പറഞ്ഞു, നീ എന്താ എന്നോട് പറഞ്ഞ അമ്മയെ എടുത്തോ, ഒരു 500 രൂപ അമ്മയെ നമുക്ക് ഇതിൻ്റെ അകത്ത് തുടങ്ങാം അമ്മേ, പിന്നെ അത്രയല്ലേ വേണ്ടു എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 500 രൂപ കൊടുത്ത് എനിക്ക് അന്ന് 3 പേസ്റ്റോ 4 പേസ്റ്റോ എന്താണ് കൊണ്ടു തന്നത്. ഒരു പേസ്റ്റ് ഞാൻ ഉപയോഗിച്ചു, ബാക്കി 3 പേസ്റ്റ് 4 പേസ്റ്റ് അവന്റെ ഫ്രണ്ട്സിനെല്ലാം കൊടുത്ത്. അപ്പൊ അവർക്കെല്ലാം നല്ല റിസൾട്ട് കണ്ടു. അതിനുശേഷം എനിക്കും ഈ ഒരു പേസ്റ്റ് ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ പല്ലിന്റെ ഇതുവരെ ഉള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടു കഴിഞ്ഞാലും ആ പേസ്റ്റ് മോശമില്ല എന്ന് തോന്നി. അപ്പൊ പേസ്റ്റ് കുഴപ്പമില്ലാന്ന് തോന്നി. അന്ന് മുതലേ പേസ്റ്റ് അത് കണ്ടിന്യൂ ആക്കാൻ തുടങ്ങി. പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പീരീഡ്സ് എന്നെ സംബന്ധിച്ചിട്ടുള്ള 25 വർഷമായിട്ടുള്ള ഒരു വയറുവേദനയാണ്. അതെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വയറുവേദന ആയതുകൊണ്ട് ആ സമയത്ത് ആളെ, എന്റെ മക്കളെ വരെ കണ്ണിന് മുന്നിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവരോട് പറയും, എനിക്ക് ഇതുപോലെ ഒരു ഇത് വരുന്നുണ്ട്, നിങ്ങൾ ആരും എന്റെ മുന്നിൽ നിന്നോ എന്തെങ്കിലും പറയുകയോ ആക്കുകയോ ഒന്നും ചെയ്യരുത്, അത് എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയോ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഒന്നും മിണ്ടാൻ നിൽക്കില്ല എൻ്റെ മോൻ. എന്തെങ്കിലും ഇത് വരുമ്പോ എൻ്റെ മോൻ പറയാം അതിന് ഭ്രാന്തടി, അതുകൊണ്ട് അതിനോടൊന്നും മിണ്ടാൻ നിൽക്കണ്ടേ മോളെ എന്ന് എൻ്റെ അനിയത്തിയോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരും അതിനനുസരിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ മിണ്ടാതിരിക്കും. അപ്പൊ അതിന് ഒരു ഞാനിങ്ങനെ പറഞ്ഞേരം എന്നോട് പറഞ്ഞു, മാഡം വുമൺ കമ്പാനി നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്, റിസൾട്ട് കിട്ടുമോ നോക്കാലോ എന്ന് പറഞ്ഞു. അപ്പൊ വുമൺ ഞാൻ ഇതുവരെ ആയുർവേദം കോട്ടക്കല് കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ബോഡിയിൽ ആയുർവേദത്തിന്റെ കണ്ടന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വുമൺ കമ്പാനി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒറ്റ മാസം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റിസൾട്ട്, അതായത് 25 വർഷമായിട്ടുള്ള എൻ്റെ വയറുവേദന അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടിയപ്പം എനിക്ക് പിന്നെ കുറച്ചും കൂടി പ്രൊഡക്റ്റില് വിശ്വാസം വന്നു. ഓരോരോ പ്രൊഡക്റ്റുകൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി, വാങ്ങി കഴിക്കാൻ തുടങ്ങി. അന്നേരമൊന്നും ഇതിന്റെ ക്ലാസ്സിന് പോവോ ഇതൊരു ബിസിനസ് ആണെന്നോ അല്ലെ ചെയ്യണമെന്നോ എനിക്കൊന്ന് ചിന്തയുണ്ടായിട്ടില്ല. അപ്പം കുറച്ച് പ്രൊഡക്റ്റുകൾ എൻ്റെ കയ്യിൽ അന്നേരം ഈ കുറേശ്ശെ പൈസ കൂട്ടി നമ്മൾ വാങ്ങി വെച്ചത് കൊണ്ട് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. ആർക്കെങ്കിലും കൊടുത്താൽ ഇത് വാങ്ങോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പൊ അന്നേരം എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ G75 ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനറെല്ലാം ഉണ്ടായിരുന്നു. അതിനെല്ലാം നല്ല വിലയായിരുന്നു, പക്ഷെ നല്ല റിസൾട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം പിന്നെ അടുത്തത് അത് വരാതായി, കാരണം പൈസ ഒരുപാടായതുകൊണ്ട് ആൾക്കാർ വാങ്ങാതിരുന്നു. പക്ഷെ അന്നേരമെല്ലാം ഞാൻ ഇത് റീറ്റെയിൽ ചെയ്യാൻ തുടങ്ങിയാലും എനിക്കൊരു 1500 രൂപ ഒരു ദിവസം കൊണ്ട് കിട്ടി. അപ്പൊ അന്നൊന്നും ഈ പൈസ ലാഭം മാത്രമേ നമ്മൾ എടുത്ത് മുതൽ മാത്രം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ലീഡറും പറഞ്ഞു തന്നില്ല. അപ്പൊ പണിയില്ലാതെ 3-4 മാസം ഇരിക്കുമ്പോ നമുക്കൊരു വരുമാനമായല്ലോ എന്നുള്ളതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. തിരിച്ച് ഇതിനകത്ത് റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട്
അതങ്ങനെ വിട്ടു. പക്ഷെ പ്രൊഡക്റ്റുകളെല്ലാം കിട്ടുന്ന പൈസ കൂട്ടി വെച്ചുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാൻ തുടങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു, മാഡം വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ഒരു കോട്ടേഴ്സിൽ ഞാൻ ഹോം മീറ്റിംഗ് വെക്കൂല. കാരണം ഒരാൾ വരാനോ പോകാനോ നിൽക്കാനോ ഇരിക്കാനോ ഉള്ളൊരു സൗകര്യമില്ല, ബാത്റൂം സൗകര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ എന്റെ ലീഡറായ റസാഖ് സാറ്, അന്ന് അഞ്ചരക്കണ്ടി രാജേഷ് സാറും ഒരു അക്രം എന്ന് പറയുന്ന സാറുമായിരുന്നു അന്നത്തെ ലീഡർ. അവര് രണ്ടുപേരും എന്താ പറയണ്ട്, പിന്നെ മരിച്ചുപോയി. അടുത്ത ലീഡറാണ് റസാഖ് സാറ്. അപ്പം സാറുമായിട്ട് എനിക്ക് നല്ല കോണ്ടാക്ട്, കാരണം എന്റെ കൂടെ പഠിച്ച ഒരു പിന്നെ കുട്ടിയുടെ ഹസ്ബൻഡാണ്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നല്ലൊരു കമ്പനി ആയതിനു ശേഷം ഞാൻ ഈ കൂലിപ്പണിക്ക് പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പ്രൊഡക്റ്റുകളെ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് പറഞ്ഞു തരാൻ അന്ന് ലീഡർ ഉണ്ടായിരുന്നു. ഏത് പ്രൊഡക്റ്റിനെ പറ്റി ചോദിച്ചാൽ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് ഓർഡർ പിടിക്കാൻ തുടങ്ങി. എങ്ങനെ നോക്കിയാലും ഒരാഴ്ച കൊണ്ട് നല്ല നല്ല റീറ്റെയിലും ചെയ്യും, അതിനോടനുബന്ധിച്ച് പൈസയും കിട്ടും. പക്ഷെ എനിക്ക് പൈസ ഒന്നും കൈമേൽ ഉണ്ടായിട്ടില്ല. കാരണം റീറ്റെയിൽ ചെയ്യുന്ന ഇത് MRPക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ ദേശം തിരിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ പ്രൊഡക്റ്റ് എനിക്ക് കൊണ്ടുതരുന്നേ ഉള്ളൂ. ഇത് ID കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കും അറിയില്ല, നമ്മൾ ചെക്ക് ചെയ്യാനൊന്നുമില്ല. അന്നത്തെ നമ്മുടെ നോക്കിയന്റെ ഫോണാണ്, ഇന്നാണ് ടച്ച് ഫോണും കാര്യങ്ങളും എല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതുവരെ ഈ ഞാൻ ചെയ്ത ബിസിനസ് വോളിയോ വരുമാനം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതിലൂടെ തന്നെ എന്റെ മകനും നെഗറ്റീവായി. കാരണം ഇത് ചെയ്യുന്നതെല്ലാം ഒന്നും കിട്ടുന്നില്ല, പിന്നെ ഞാൻ എന്തിനു ചെയ്യണം എന്നുള്ള ആ ഒരു നെഗറ്റീവ് കൊണ്ട് അവനും ബാക്കോട്ടായി, ഞാനും ക്രമേണ ബാക്കോട്ടായി. അപ്പം ഒരു ദിവസം എന്നോട് പറഞ്ഞു, അമ്മേ ഇതുപോലെ ഒരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് മീറ്റിങ്ങിന് പോണോ, വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മീറ്റിങ്ങിന് യാദൃശ്ചികമായിട്ട് ഞാൻ പോയി പെട്ടവരാണ് എനിക്കറിയുന്ന സാധാരണ കൂലിപ്പണി മേഖല, ബസ് ഡ്രൈവർമാർ, അതേപോലെ തന്നെ കണ്ടക്ടർ, ക്ലീനർമാർ, ഇതെല്ലാരും ഇതിൻ്റെ അകത്ത് ഇറങ്ങി കണ്ടതിന് ശേഷം എനിക്കും തോന്നി, ഇപ്പൊ ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇങ്ങനെ എല്ലാരും ഓരോരുത്തർ കര കയറുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഒരു അവസരമല്ലേ. പിന്നെ ഞാൻ മീറ്റിങ്ങുകൾ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എനിക്കൊരു ബെനിസാറ് ചക്രക്കൽ ഒരു ദിവസത്തെ 1 ഡേ ട്രെയിനിങ് കിട്ടി. അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം എന്നെ എന്താ മനസ്സിന് വല്ലാതെ ആകർഷിച്ചു. അത് എപ്പോഴും സാറ് പറയുന്ന ഉറുമ്പുകളുടെ കഥയാണ്. അതേപോലെ തന്നെ പുതിയതായി വന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റയടിക്ക് 2ഉം 3ഉം സ്റ്റെപ്പ് ചാടി കയറരുത്. ഓരോ സ്റ്റെപ്പ് കയറി, ആദ്യം ഒരു സ്റ്റെപ്പിൽ കയറി അതിൽ കാലുറച്ച് നിന്നതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് കയറുക. അങ്ങനെ ഓരോ സ്റ്റെപ്പിൽ നിങ്ങൾ കയറി നിൽക്കുമ്പോൾ കാലുറച്ച് നിന്നതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ താഴെ വീഴും. താഴെ വീണ് കഴിഞ്ഞാൽ ആ വീഴ്ചയുടെ ആഴം കൂടുന്നതിനനുസരിച്ച് നമുക്ക് പരിക്ക് കൂടുതൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ ആ പരിക്ക് എന്ന് പറയുന്നത് ചില സമയം ഈ ബിസിനസ് വിട്ടുപോവാം, അല്ലെങ്കിൽ ഇതിനെ നെഗറ്റീവായിട്ട് കാണാം. അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നോടാണ് എനിക്ക് ബെനിസാർ പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരു കാര്യം സാറ് പറഞ്ഞത് ആകർഷിച്ചതെന്ന് പറഞ്ഞാൽ ഉറുമ്പുകളുടെ കഥ. 2 ഉറുമ്പുകൾ ഭക്ഷണം തേടിപ്പോയി, കൂട്ടത്തോടെയുള്ള ഉറുമ്പുകളെ വിളിച്ച് കൂട്ടി വന്നിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ 2000 ഉറുമ്പുകളും 10 പ്രാവശ്യം നിങ്ങളുടെ വീടുകളിലേക്ക് ഭക്ഷണ സാധനം എത്തിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം എനിക്ക് കൊണ്ടുതന്നാ മതി അരിമണി എന്ന് പറയുന്നത് എന്നെ വല്ലാതെ ആകർഷിച്ചു. കാരണം 10 പേർക്കും എന്തെങ്കിലും ഒരു വരുമാനമാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു വരുമാനം കിട്ടും എന്നുള്ള പോയിന്റാണ് അന്ന് സാറ് പറഞ്ഞത്. അപ്പൊ അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. അതിനുശേഷം ഞാൻ ഇത് കൃത്യമായിട്ട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ സൈഡായിട്ട് ജോലിന്റെ കൂടെ തന്നെ സൈഡായിട്ട് ഇത് കൊണ്ടുപോകാനും തുടങ്ങി. അപ്പൊ അന്നൊന്നും റാങ്ക് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പം റസാഖ് സാറ് എനിക്ക് ഈ കൊറോണ സമയത്ത് ഒരു ആൻഡ്രോയിഡ് ഫോൺ തന്നു. എന്നോട് പറഞ്ഞു, വിജി നീ ഇത് ഉപയോഗിച്ചോ, പുതിയത് വാങ്ങിയിട്ടാകുമ്പോൾ എനിക്ക് പഴയത് തന്നാ മതി എന്ന് പറഞ്ഞു. അതിലൂടെയാണ് ഈ ബിസിനസിന്റെ വോളിയം നമ്മളെ ശൈലേഷ് സാറെ പിന്നെ ആ കൊറോണ സമയത്തുള്ള വാട്സപ്പ് കോഴ്സ് കൃത്യമായിട്ട്, അന്നേരം വീട്ടിലൊന്നും എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ ക്വാറന്റൈൻ ടൈം വന്നേരാണ് ഈ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടുള്ള അറിവ് എനിക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങിയത്.
കാരണം സാറ് പറയുന്ന ഓരോ പ്രൊഡക്റ്റുകൾ എഴുതി വെച്ച് നമ്മളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചും വിശദമായിട്ട്, പിന്നെ മനസ്സിലാവാത്ത കാര്യങ്ങൾ രണ്ടാമതും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ പ്രൊഡക്റ്റുകൾ പറയാൻ തുടങ്ങി. അപ്പോഴും ടീമൊന്നും വന്നിട്ടില്ല. ആൾക്കാർക്കെല്ലാം പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും വലിയ ടീമും കാര്യങ്ങളും ആയിട്ടില്ല. അപ്പം ടീം ആയാലും ഒരാളെ കാണാൻ പോകാനോ വരാനോ എൻ്റെ കൂടെ ലീഡേഴ്സ് ആരും തയ്യാറില്ല. അപ്പം ഞാൻ ഈ ഒരു ബിസിനസ് വിട്ടാലോ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഒരു ദിവസം ശൈലേഷ് സാറെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഈ ഒരു ബിസിനസ് ഒഴിവാകുമോ ഇന്ന്, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം സാറ് ചോദിച്ചു എന്താ കാരണം. ഞാൻ പറഞ്ഞു എനിക്ക് ലീഡർമാർ ആരും എൻ്റെ കൂടെ വർക്കിന് വരുന്നില്ല, അവരെ വിളിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും എക്സ്ക്യൂസ് പറയുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇതെന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കുമെന്ന് പറഞ്ഞു. അപ്പം സാർ എന്നോട് ഒറ്റ വാക്ക്, മാഡം നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് സാറേ. നിങ്ങൾ ഈ ബിസിനസ് ഒന്നും വിട്ടുപോകില്ല എന്നുള്ളത് എനിക്കൊരു വാക്ക് തരണം. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ടീമിന്റെ കൂടെ ആയാലും അല്ലെ പേഴ്സണൽ ആയിട്ടും അല്ലെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് സൊല്യൂഷൻ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ബിസിനസിന്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തയ്യാറാവണം. ഒരുപാട് നെഗറ്റീവ് നിങ്ങളെ സംബന്ധിച്ച് സാധാരണ കൂലിപ്പണിക്കാരി ആയതുകൊണ്ട് തന്നെ ആരും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നിൽക്കില്ല. അതുകൊണ്ട് ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മേഖലയിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല വിജയങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് മാഡം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ നിന്ന് മാഡം വിട്ടുപോകാൻ പാടില്ല. ഇത് നമ്മുടെ കുടുംബം മൊത്തം രക്ഷപ്പെടുന്ന ഒരു മേഖലയാണ്. അതിന് കുറച്ച് നമ്മൾ എന്താ പറയണ്ടേ സ്ട്രഗിൾ എടുത്ത് ഇതിൻ്റെ അകത്ത് പിടിച്ചു നിന്നേ മതിയാവൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വാക്ക് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ മാഡത്തിന് എല്ലാ ഇതിനും സപ്പോർട്ട് ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെക്കാട്ടിയും മുന്നേ വന്ന ആളായത് കൊണ്ട് തന്നെ അറിയുന്ന ഒരു ഇതായത് കൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വർക്കിന് എൻ്റെ ലീഡേഴ്സ് ഇതെന്ത് പറയണം ഏത് പറയണം എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പൊ ലീഡേഴ്സ് വരാത്ത ഒരു പ്രശ്നമാണ് സാറേ എന്ന് പറഞ്ഞു. പിറ്റേത്തെ ആഴ്ച മുതൽ ഈ കൂട്ടി കൊണ്ടുവന്ന ഈ അക്രം എന്ന് പറയുന്ന നമ്മുടെ ജോയിൻ ചെയ്യിച്ച അക്രം എന്ന് പറയുന്ന ലീഡറും അതേപോലെ തന്നെ അഞ്ചരക്കണ്ടി രാജേഷ് സാറും എല്ലാ കാര്യത്തിനും വരാൻ തുടങ്ങി. ആരെയും കാണാൻ പോകാണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് ഞാൻ റൂബി റാങ്ക് ടച്ചിങ് ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ വിജയ് സാറ് നമുക്ക് ഇവിടെ തന്നെ കുടിക്കോട്ടേക്ക് നമ്മുടെ ഒരു മീറ്റിംഗ് വെക്കുന്നതും GTS വെക്കുന്നതും. അപ്പൊ ഇത് പിന്നെ പഠിക്കണം എന്നുള്ളൊരു ആവേശമായി. കാരണം നമുക്ക് നാളേക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 വർഷം ഇതേ ജോലി തുടർന്നു കൊണ്ടുപോയാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുടുംബത്തിന് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റില്ല ഞാൻ ചെയ്യുന്ന മേഖല എന്ന് മനസ്സിലായി. മെല്ലെ മെല്ലെ ഇതിൻ്റെ അകത്തേക്ക് റിട്ടേൺ വരാൻ തുടങ്ങി. ആ ജോലിയും ഇതും കൊണ്ട് സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പല പ്രശ്നങ്ങളും നമ്മുടെ കുറെ ഡിസ്ട്രിബ്യൂട്ടർമാരൊക്കെ ഒഴിഞ്ഞുപോയി. അപ്പൊ ഓരോരോ കൊഴിഞ്ഞു പോക്കലും ഓരോരോ വേദനകളാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഒരു മരം അല്ലെങ്കിൽ അതിന്റെ ഒരു ചില്ല ഒടിഞ്ഞു പോകുമ്പോ അല്ലെ കൊമ്പൊടിഞ്ഞു പോകുമ്പോ നമുക്ക് ഭയങ്കര വേദനയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നല്ല സ്ട്രഗിൾ ചെയ്ത് കര കയറിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ റാങ്കിനെ പറ്റിയിട്ടും മറ്റുള്ള കാര്യങ്ങളും അറിയുന്നത്. അപ്പൊ അന്ന് എനിക്ക് ആരും ജീവിതത്തിൽ എന്നെ ഒരു കേൾക്കാനോ ഒന്ന് കൂട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് സാറില്ല നമ്മളൊക്കെ ഉണ്ട് നീ പേടിക്കണ്ട എനിക്ക് ഈ വഴിയിലൂടെ മുന്നോട്ട് പോകാം എന്ന് പറയാനൊന്നും ആരും ആളുണ്ടായിരുന്നില്ല. എല്ലാ കാര്യവും ഒറ്റക്ക് തന്നെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, കുട്ടികളെ പഠിപ്പിക്കണം, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒറ്റക്ക് നേരിട്ടത് കൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ വരുന്ന പ്രശ്നങ്ങള് ഒറ്റക്ക് നേരിടാനും വേണ്ടിയിട്ട് എനിക്കും ആ മനസ്സിന് നല്ല കരുത്തുണ്ടായി. അതിനെന്നെ സഹായിച്ചത് ഒരുപാട് മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും തന്നെയാണ്. അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് മോട്ടിവേഷൻ ആവും. കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒറ്റക്ക് നിന്നുകൊണ്ട് നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നതോടെ, കാരണം ആരുമില്ല ജീവിതത്തിൽ, എങ്ങോട്ട് മേലോട്ട് നോക്കിയാൽ ആകാശം താഴെ ഭൂമി എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് ആരെ പേടിക്കാൻ, ആരെയും പേടിക്കാനില്ല. അപ്പൊ അങ്ങനെ ഒരു പേടിയില്ലാതെ
ഈ ഒരു ബിസിനസ്സിനും ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ ജീവിതം തന്നെ ഒരു മുതൽക്കൂട്ടായി എന്ന് തന്നെ ഒന്ന് പറയാം. പിന്നെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് ഞാൻ ആരും പേടിക്കാറില്ല. അതാണ് എന്റെ ഇത് ഒരു സത്യം. കാരണം പേടിക്കാൻ നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല. പേടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുത്തുന്ന ഒരു സംഭവം പേടിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, എന്നെ എന്താ കളിയാക്കുമല്ലോ, അങ്ങനെ ഇങ്ങനെ. ആ എല്ലാ പ്രശ്നത്തിനെയും ഞാൻ അവര് പറയുമ്പോൾ ഒന്നും നെഗറ്റീവ് പറയാതെ അല്ലെങ്കിൽ എതിർത്ത് പറയാതെ ഞാൻ അതെല്ലാം കേട്ടു നിന്നുകൊണ്ട് തന്നെ പേടി എന്നുള്ള കാര്യത്തിന് മനസ്സിന്ന് ഒഴിവാക്കിയത് കൊണ്ട് ആരടിക്ക് എവിടെയും കയറി പോകാനും പറയാനും നല്ലൊരു ആവേശമായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് തോറ്റുപോകുമോ എന്നുള്ള പേടിയൊന്നുമില്ല. കാരണം ജയവും തോൽവിയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞതാണ്. അപ്പം എപ്പോഴും നമ്മള് അമ്പലങ്ങളിലെല്ലാം പോകുമ്പോൾ നമുക്ക് അധികം നമ്മുടെ ദൈവങ്ങൾ മുത്തപ്പനാണല്ലോ. അപ്പൊ കൂടുതൽ പോകുമ്പം എന്നോട് പറയും, എന്താ പേടിക്കേണ്ട, ജീവിതത്തിൽ ഒന്നും പേടിക്കാനൊന്നുമില്ല. നമ്മൾ വന്നത് ഒറ്റക്കാണ്, പോകുന്നതും ഒറ്റക്കാണ്. ഭൂമിയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ഇന്നല്ലേ നാളെ കര കയറും. ഒരു കുഴിക്ക് ഒരു കുന്നുണ്ട്, ഒരു കുന്നിന് ഒരു കുഴിയുണ്ട് എന്ന് ആ ഒരു മോട്ടിവേഷനിലൂടെ പിന്നെ തിരിച്ച് ജീവിതം വെട്ടിപ്പിടിക്കാനുള്ള ഒരു ഓട്ടായിരുന്നു. ആ ഇതില് മക്കളെയെല്ലാം പഠിപ്പിച്ചു കരകയറ്റി. ഇപ്പൊ മോനാണ് കൊണ്ടുവന്നെങ്കിലും മോനിന്ന് ഐഡിയ അടിച്ച് വർക്കൊന്നും ചെയ്യുന്നില്ല. കാരണം ആ ഒരു ഒറ്റ നെഗറ്റീവിലൂടെ മോൻ ബാക്കോട്ടായിപ്പോയി. അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടുംബം ഇപ്പം അവൻ രണ്ടുപേരും, എൻ്റെ മക്കള് രണ്ടുപേരും കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് പുറത്ത് ഈ കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്തൊരു ദൈവം അറിഞ്ഞു തന്ന ഒരു അസുഖമായിട്ട് മാറി. കാരണം അത്രയും ശാരീരിക ബുദ്ധിമുട്ടോ ഉള്ളത് കൊണ്ട് പുറത്തേക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റില്ല. പിന്നെ അപ്പൊ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാനും അതിനെ നല്ലോണം പഠിക്കാനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനനുസരിച്ച് തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമറെ കൈകാര്യം ചെയ്യാനും അതില് അവരോട് അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അസുഖത്തിന് പ്രൊഡക്റ്റ് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്ത് അവരിലൂടെ എല്ലാ ആളൊന്നും വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ആവശ്യത്തിനുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുന്നുണ്ട്. അധികം അസുഖത്തിനുള്ള പ്രൊഡക്റ്റുകളാണ് എന്നോട് വാങ്ങുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് തന്നെ നമ്മുടെ ജെൻസിന്റെ വന്ധ്യതാ പ്രശ്നത്തിനുള്ള, സെക്സ്വലി പ്രോബ്ലത്തിനുള്ള, മെൻസെക്ടിമെന്റിനുള്ള പ്രൊഡക്റ്റ് ആണ്. അത് ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ട് വാങ്ങാനും അതേപോലെ തന്നെ അത് എന്തിനു വേണ്ടി ഉള്ളതാണെന്നും അവര് ചോദിച്ച് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഒമാനിലേക്ക് എനിക്ക് കയറ്റി അയക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ബന്ധങ്ങളെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഉടനെ ഒന്നും ഒരാളെ കണ്ട ബിസിനസ് പറയാൻ പാടില്ല. അവരുടേതായ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒരു വീട്ടിലുള്ള എന്തായാലും ആ അമ്മയോടോ മക്കളോട് അമ്മയോ ഒന്നും ചോദിക്കൊന്നുമില്ല. പക്ഷെ അവര് പുറത്തുള്ള ഒരാളോട് നല്ല സ്നേഹത്തോടെ അവരോട് സംസാരിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയുകയും അതിനനുസരിച്ച് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അധികം ആൾക്കാരുടെ വീട്ടിൽ ഇന്ന് പണമുണ്ട്, പക്ഷെ ആ പണം ഉണ്ടായിട്ട് അത് ചെലവഴിക്കാൻ അവർക്കൊരു മെഡിസിൻ വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ മക്കൾക്ക് സമയമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സത്യം. അപ്പൊ അതിന്റെ നമ്മളൊരു ഭാഗവാക്കാവാൻ പറ്റുവാണെങ്കിൽ, അസുഖത്തിന് മുട്ടുവേദന, നടുവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വന്തമായിട്ട് എഴുന്നേറ്റ് ടോയ്ലറ്റ് പോകാൻ വരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ നമ്മളെ പ്രൊഡക്റ്റുകളെ കൊണ്ട് കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പൊ അത് ആരാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ആളാ അവര് ഒരു ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. അവരെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തും. അപ്പൊ മാറിക്കഴിഞ്ഞാൽ അവർ പറയും, മോളെ നല്ല റിസൾട്ട് ഉണ്ട്, മോളെ മോളെ ദൈവം അനുഗ്രഹിക്കും, മോളെ കഷ്ടപ്പാടെല്ലാം മാറും. അപ്പൊ നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഇന്ന് DTC എന്ന റാങ്കിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റി. അപ്പൊ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടീം സെറ്റായി വരുന്നേ ഉള്ളൂ. ടീം സെറ്റായി വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും ഇറങ്ങിയ ഉടനെ പൈസ കിട്ടണം എന്നുള്ളൊരു ചിന്താഗതിയാണ്.
അത് കിട്ടില്ല എന്നുള്ളത് അവരെ മനസ്സിനെ ആദ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ, ഞാൻ ജീവിച്ച കാലഘട്ടത്തിലുള്ള ഒരു ഇതും ഇന്നില്ല. കാരണം പണിയില്ല. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ലീവ് കിട്ടണ്ടെങ്കിൽ കരഞ്ഞു കാല് പിടിക്കണം. അങ്ങനെയുള്ള സമയം 24 മണിക്കൂറും ജോലി തന്നെയാണ്. കാരണം ഓരോ സീസണിൽ ഇപ്പൊ മഴക്കാലാവുമ്പോൾ നമുക്ക് തെങ്ങ് തുറക്കാനും വളമിടാനും എല്ലാം ഒരു 3-4 മാസം അത് പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വയക്കാനുള്ള, കാട് വയക്കാനുള്ള ആ ഒരു ജോലി വരും. പിന്നെ വീടുണ്ടാക്കുമ്പോൾ വീടിന്റെ ഫൗണ്ടേഷൻ മുതൽ എല്ലാ പണിയും. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തില് ആകെ കിട്ടുന്ന ലീവ് എന്ന് പറഞ്ഞാൽ ഓണം, വിഷു, പെരുന്നാള് വരുമ്പോൾ ഉള്ള ലീവാണ്. അല്ലാത്തത് പിന്നെ അമ്പലങ്ങളിൽ, മുറ്റത്തുള്ള അമ്പലങ്ങളിൽ ഉത്സവം വരുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് അങ്ങനെ ഒരു ലീവും. ഇപ്പൊ അങ്ങനെ ആകുമ്പോൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം എന്താ പുറത്തുള്ള നാട്ടുകാരാണ്, അതായത് ബംഗാളികളാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ നാട്ടിലുള്ള ഓരോ ആൾക്കാർക്കും ജോലി ചെയ്യാൻ മടിയായതുകൊണ്ട് തന്നെ അസുഖങ്ങളും കൂടി വരുന്ന കാലഘട്ടമാണ്. അപ്പം കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മുക്കാഭാഗം ആൾക്കാരും ജോലി ഇല്ലാതെ നിൽക്കുന്നു. എല്ലാരും ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ 100-ൽ 1-2 ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടുകയുള്ളൂ. പക്ഷെ ഈ ഒരു അവസരം കൊണ്ടുപോകുമ്പോൾ അവര് പറയുന്നത് ഇത് മണി ചെയിൻ അല്ലേ, ഇതിനകത്ത് ആളെ പിടിക്കണ്ടേ, ഇതിനകത്ത് എത്രപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ, ഇത് മേലെയുള്ളവർക്ക് കിട്ടുന്ന ഒരു ഇത് വരുമാനമല്ലേ ഉള്ളൂ, താഴെയുള്ളവർക്കൊന്നും കിട്ടില്ലല്ലോ എന്ന്. എന്റതും ചിന്ത ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഈ പ്ലാന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷം അത് എങ്ങനെ കിട്ടും, ഏത് രീതിയിൽ കിട്ടും എന്നുള്ളത് നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റി. നമുക്ക്, ഞാൻ പറഞ്ഞു, ഭൂമിയിൽ നമ്മൾ വരുമ്പോൾ ഒറ്റയ്ക്കേ വരുന്നുള്ളൂ, പോകുമ്പോഴും ഒറ്റക്കാണ്. നമ്മൾ ഭൂമിയിൽ വന്നതിന് ശേഷമുള്ള സ്വന്തം ബന്ധങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ സ്വന്തം ബന്ധങ്ങള് ഇടയില് വിട്ടുപോയി കഴിഞ്ഞാല് സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ വന്നതും ഒറ്റക്കാണ്, പോകുന്നതും ഒറ്റക്കാണ്. ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ബന്ധങ്ങളെ എല്ലാ കാലവും ശാശ്വതമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തളർന്നു പോകാൻ പാടില്ല. തളർന്നു പോയി കഴിഞ്ഞാൽ മനസ്സിന് തളർച്ച വരുമ്പോഴാണ് ബോഡിക്കും കൂടി അത് പ്രതിഫലിക്കുന്നത്. ഞാൻ ഇതുവരെ തളർന്ന് വീഴാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ മനസ്സിനോട് തന്നെ ഞാൻ പറയും, ഞാൻ തളർന്നു പോയി കഴിഞ്ഞാൽ, ഞാൻ വീണ് കഴിഞ്ഞാൽ എന്റെ മക്കള് അനാഥയായി പോകും. അവർ പിന്നെ ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം 2 ആൺകുട്ടികളും ഒന്നും അറിയാത്ത പ്രായമാണ്, അവ പഠിക്കേണ്ട പ്രായം. അപ്പൊ അന്നേരെ ഞാൻ വീണു പോയി കഴിഞ്ഞാൽ എന്റെ മക്കളെ നോക്കാൻ ആരും ഇല്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരു ദിവസം കൂടി എനിക്ക് ഒരു റെസ്റ്റ് എടുക്കാനോ അല്ലെ കിടക്കേണ്ടതോ അവസ്ഥ വന്നിട്ടില്ല. ഞാൻ അതിന്, എന്റെ ശരീരവും അതിനെ അനുഭവിച്ചിട്ടില്ല. അപ്പം നമ്മള് പക്ഷികള് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ മാത്രമേ പക്ഷിക്ക് ഭക്ഷണം കിട്ടൂ. ഒരു പക്ഷിക്കും കൂട്ടിൽ ആരും ഭക്ഷണം കൊണ്ട് കൊടുക്കൂല. അതുപോലെ നമ്മള് പുറത്തേക്ക് ഇറങ്ങി പുതിയ പുതിയ ആളുകളെ കണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. എപ്പോഴും നമ്മൾ പറയും ദൈവത്തിന്റെ കയ്യൊപ്പ് കിട്ടിയ ഒരു അവസരമാണ് എന്ന്. ആ ദൈവത്തിന്റെ കയ്യൊപ്പ് കിട്ടിയ അവസരം നമ്മുടെ കയ്യിലേക്ക് ദൈവം തരണ്ടെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ആ ഒരു പരീക്ഷണം ഞാനും നേരിട്ട് കൊണ്ടാണ് ഇവിടെ എത്തിയത്. കാരണം ഈ ഒരു അവസരം കിട്ടിയാലും ഒറ്റയടിക്കൊന്നും ദൈവം നമുക്ക് കൈമ തരില്ല. നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാനെല്ലാം പ്രാർത്ഥിക്കും, അന്നേരമല്ലേ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു വഴി കാണിച്ചു തരണേ, എനിക്ക് ലോട്ടറി അടിക്കണേ എന്ന്. ഇപ്പം എന്നോട് ലോട്ടറി എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ലോട്ടറി എടുക്കാൻ മെനക്കെടാറില്ല. കാരണം നമ്മളെ ലീഡർമാർ പറയും നമുക്ക് ലോട്ടറി അടിക്കും പോലെ കിട്ടുന്ന പൈസ, കാരണം എല്ലാ ആഴ്ചയും 2-10 നമുക്ക് കിട്ടുമ്പോൾ എന്തിനാണ് നമ്മൾ ലോട്ടറി എടുക്കേണ്ടത്? അപ്പൊ ദയവായിട്ട് എനിക്ക് ഒരു അവസരം എന്റെ മകൻ മുഖാന്തരം കൈമല കിട്ടിയത് കൊണ്ട് തന്നെ ഇതിനെ വിട്ടുകളയാൻ എനിക്ക് തോന്നിയില്ല. കാരണം എന്നെ പോലെ കൂലിപ്പണി എടുത്തിട്ട് വന്ന ആളാണ് നമ്മുടെ ശ്രീധര സാറ്. അപ്പൊ ശ്രീധര സാറെ വളർച്ചയാണ് എനിക്ക് രണ്ടാമത് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. കാരണം 650 രൂപ എനിക്കും അദ്ദേഹത്തിനും അതേ വരുമാനം കിട്ടി. ഇന്ന് അദ്ദേഹം കോടികൾ വരുമാനം വാങ്ങുമ്പോൾ അവർ ഓടുന്നതിന്റെ അത്ര ലേഡീസായ നമുക്ക് ഓടാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തിയാലും നാളേക്ക് നമുക്കിത് കിട്ടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്ക് വന്നതുകൊണ്ട്
ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ അകത്തുനിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. അത് ഞാൻ ഉറച്ചു തന്നെയാണ് നിന്നത്. പിന്നെ നമുക്ക് പുതിയ പുതിയ ആൾക്കാരോട് എനിക്കൊന്ന് പറയാനുള്ള, എന്നെ കേൾക്കുന്ന ആൾക്കാരോട്, നമ്മള് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പറക്കുന്ന പക്ഷികളാവരുത്. കാരണം ആ ചെറിയ പക്ഷികള് കൂട്ടുന്ന പറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവര് പറക്കാൻ ചിറകിന് പ്രാപ്തിയായില്ലെങ്കിൽ, അല്ലെ ഉറപ്പില്ലെങ്കിൽ വേഗം താഴെ വീണു പോവും. താഴെ വീണ പക്ഷികളെ ഒരിക്കലും അമ്മ പക്ഷികൾ തിരിച്ചു കൂട്ടിലേക്ക് എടുത്തിട്ട് കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവിടെയെല്ലാം വീണ് കഴിഞ്ഞാൽ അതിനെ കാക്കകളും മറ്റും കൊത്തിപ്പറിച്ച് അത് 1-2 ദിവസം കൊണ്ട് മരിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത്, പുതിയ ആൾക്കാർ പക്ഷികളായിട്ട് വേഗം ഉയരത്തിൽ പറക്കാൻ നിൽക്കരുത്. കാരണം ഈ ബിസിനസ്സിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ LKG UKG വിദ്യാർത്ഥികളാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ, അതായത് ഇതുപോലെ താഴെ വീഴുമ്പോ കൊത്തിപ്പറിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അതായത് നെഗറ്റീവ് പറയാനും കുറ്റപ്പെടുത്താനും ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ ചില സമയത്ത് ജീവിതത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ ഫെയിലിയർ ആണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അവരെ പ്രശ്നങ്ങൾ കേൾക്കാനോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാനോ തയ്യാറാകാതിരിക്കുമ്പോഴാണ് താഴെ വീഴുന്ന പക്ഷികൾ മരിച്ചു പോകുന്ന പോലെ പുതിയ പുതിയ ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും, അതായത് പുതിയ വന്ന ഓരോരുത്തരും സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കൈ പിടിച്ചിട്ട് നടക്കുന്നത് നമ്മൾ വിദ്യാർത്ഥികള് രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ എല്ലാം കൈ പിടിച്ചിട്ട് അവര് നടക്കും. കാരണം കൈ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അധ്യാപകര് അറിവ് പറഞ്ഞു കൊടുക്കുന്നതും രക്ഷിതാക്കള് തെറ്റ് ചെയ്യുന്നത് അതല്ല എന്ന് പറഞ്ഞ് നേരെ തിരുത്താനും പറയുന്ന ആൾക്കാരാണ്. അപ്പൊ കുട്ടികൾ പരീക്ഷ എഴുതുക അവരെ വിജയം അടിസ്ഥാനമാക്കിയാണ്, നല്ല മാർക്ക് വാങ്ങണം എന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇത് കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അവരെന്നെ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റൂ. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ 5 വർഷം നിങ്ങളെ ഒരു ദൈവം തരുന്ന അവസരം ആയതുകൊണ്ട് ജീവിതമാകുന്ന പരീക്ഷയിൽ നമ്മൾ പാസ്സാവണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. ഈ കടമ്പകൾ കടക്കാൻ വേണ്ടി ആദ്യം തന്നെ നിങ്ങളെ മനസ്സിനെ പ്രാപ്തമാക്കുക എന്ന് വെച്ചാൽ ശക്തിപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ, കട്ടിയുണ്ടെങ്കിൽ മാത്രമേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ വന്നാൽ അത് തരണം ചെയ്യാൻ പറ്റും. മനസ്സിന് കട്ടിയില്ല എങ്കിൽ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം ഈ ഒരു ബിസിനസ്സിന് വരുമ്പോൾ ക്ഷമയും മനസ്സിന് കട്ടിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ജീവിതത്തിൽ നമ്മൾ ഇമോഷണലി ആയിട്ട് എത്രയോ തകർന്നു പോയാലും അതിന് നമ്മൾ ആരും ദുർബലരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ ആർക്കും തളർത്താൻ പറ്റില്ല. കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ ശക്തി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ആ ശക്തി കിട്ടാൻ നമ്മുടെ മനക്കരുത്ത് കാണിച്ചുകൊണ്ട് തന്നെ ലോകത്തിന് ഞെട്ടിച്ചുകൊണ്ട് ഞെട്ടിക്കാൻ കഴിവുള്ളവരാണ് നമ്മൾ, ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും. അപ്പം നമ്മുടെ ലൈഫിലെ യഥാർത്ഥ ഹീറോ നമ്മൾ തന്നെയാണ് എന്നൊന്ന് മനസ്സിലാക്കുക. കാരണം ആരും നമ്മളെ വഴി കാട്ടുന്ന മാത്രമേ ഉള്ളൂ. ആ വഴിയിലൂടെ, ഇന്ന വഴിയിലൂടെ നിങ്ങൾ പോണം എന്ന് പറഞ്ഞു തരാൻ ആളുണ്ടാവും. പക്ഷെ അത് ചിന്തിച്ച് തീരുമാനിച്ചുകൊണ്ട് എങ്ങനെ പോണം, ഏത് വഴിക്ക് പോണം എന്നുള്ളത് നമ്മളും ഈ കുറച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. ആ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് അറിഞ്ഞോ അറിയാതെയോ കൂട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അതുപോലെ ദൈവത്തിന്റെ അദൃശ്യ കരങ്ങൾ കൂടെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ജീവിതത്തിൽ ഇത്രയെല്ലാം പരാജയം ഉണ്ടായിട്ടും എന്നെ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ച ഒരേ ഒരു ഘടകം. അല്ലെങ്കിൽ എപ്പോഴേ ഞാനെല്ലാം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. ഇപ്പം എനിക്ക് അതിനുള്ളൊരു ചിന്തയൊന്നുമില്ല. ഇപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എല്ലാരും കാർ എടുക്കണം അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയപ്പോ ഉള്ള ഒരു വേദന, അനുഭവിച്ച വേദന. ഇപ്പൊ എന്റെ രണ്ടാമത്തെ മക്കൾക്ക് എല്ലാവർക്കും വീടായി, എനിക്ക് മാത്രമേ വീടില്ലാണ്ടുള്ളൂ. പക്ഷെ എനിക്കൊരു വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് പഞ്ചായത്തിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ലൈഫ് മിഷനിൽ കൊടുത്തിട്ടോ ഉള്ള വീടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ലീഡേഴ്സ് എടുത്ത പോലത്തെ ഒരു വീട്
എന്തായാലും ഇന്നലെ നാളെ എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ മക്കള് പറയാം അമ്മേ ആടെ കൊടുക്കാം ഈടെ കൊടുക്കാം, ഞാൻ പറയാം അതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. എന്റെ മനസ്സിൽ എനിക്കൊരു വീട്, അത് എന്റെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയവരെ മുന്നിൽ അവരേനെക്കാട്ടിയും വലിയൊരു വീട് എടുത്തുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അത് ഈ മൈ ലൈഫ് ബിസിനസ്സിലൂടെ എനിക്ക് സാധിക്കൂ. അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താലാവൂല, നിങ്ങൾ എല്ലാരും എനിക്ക് സപ്പോർട്ട് വേണമെന്ന് പറയും. പക്ഷെ ഒരു മൂത്തമ്മ മാത്രമേ എനിക്ക് സപ്പോർട്ട് ഉള്ളൂ. ഇപ്പൊ മോളും തുടങ്ങിയിട്ടുണ്ട്, മോള് പഠിക്കുന്നതാണ്, +2 കഴിഞ്ഞു. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാ, നമുക്ക് പഠിച്ച് വലിയ ജോലിയൊന്നുമല്ല, ബിസിനസ്സിലൂടെയാണ് നമുക്ക് നല്ല വരുമാനം കിട്ടുന്നത്. സമൂഹത്തിൽ നല്ല രീതിയിൽ, അതായത് പുറന്തള്ളിയവരെ മുന്നിൽ വിജയിച്ച് കാണിക്കാൻ വേണ്ടി പൈസയാണ് ഏറ്റവും വലുത്. ആ പൈസ ഉണ്ടാക്കാൻ നേരായ വഴി ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ മുന്നോട്ട് പോയി ഒരുപാട് ആൾക്കാർക്ക് വരുമാനം വാങ്ങിക്കൊടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയ വഴിയാണ്. അപ്പൊ അത് തന്നെ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യണം എന്ന് ഞാൻ മോളോട് പറഞ്ഞു. മോളിപ്പോ കുറേശ്ശെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴത്തെ മക്കളാണ് ഈ ഇപ്പം വിളിക്കുമ്പോ തന്നെ, പണ്ട് കാലത്ത് അച്ഛനും അമ്മയും പറഞ്ഞ വഴിയിലൂടെ പോകുന്ന മക്കളല്ല ഇപ്പോഴത്തെ മക്കള്. ഇപ്പം അവർക്ക് അവരുടേതായ ചിന്താഗതിയും കാര്യങ്ങളും ഉണ്ട്. എന്തെങ്കിലും ഒരു വേദന വരുമ്പോ അല്ലെ എന്തെങ്കിലും ഒരു ട്രാജഡിയിൽ പെടുമ്പോ അച്ഛൻ പറഞ്ഞതല്ലേ അമ്മ പറഞ്ഞത് നല്ലതാണ്, അത് ചെയ്താൽ മതിയായിരുന്നു എന്ന് പിന്നെ അവർക്ക് തോന്നുന്നു. പിന്നെ അവർ തിരിച്ചു വരും, അത് ഉറപ്പാണ്. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. എന്താ